നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കഴിഞ്ഞ വർഷം പെൺകുട്ടി ജനറൽ ആശുപത്രിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി. ബസ് സ്റ്റാൻഡിന് സമീപവും പീഡിപ്പിച്ചെന്ന് പോലീസ്. കേസ് DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കും. അറസ്റ്റിലായവരുടെ എണ്ണം 28 പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ പോലീസിനെതിരെ K. സുരേന്ദ്രൻ. പട്ടികജാതി പെൺകുട്ടികൾക്കെതിരെ പീഡനം നടക്കുമ്പോൾ പോലീസ് എവിടെയായിരുന്നുവെന്ന് വിമർശനം. മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം കുറ്റകൃത്യം നടക്കുന്നില്ല എന്നും K. സുരേന്ദ്രൻ. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളോട് ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയ സ്കൂൾ ബസ് ഡ്രൈവറും ക്ലീനറും പോക്സോ കേസിൽ അറസ്റ്റിൽ. ശക്തികുളങ്ങര പോലീസിന്റെ നടപടി 8 വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയിൽ. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പരാതി. അയൽവാസിയും ബന്ധുക്കളുമടക്കം 8 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. യുവതിയുടെ 15 പവൻ സ്വർണങ്ങൾ കവർന്നെന്നും പരാതി. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ അന്വേഷണം. നേരിട്ട് കേസെടുക്കാമോ എന്നതിൽ പോലീസ് നിയമോപദേശം തേടി. മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ ഈശ്വർ. ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തിയെന്ന പരാതിയുമായി തൃശൂർ സ്വദേശി. വയനാട് അമരക്കുനിയിലിറങ്ങിയ കടുവയെ പിടിക്കാൻ വനം വകുപ്പിന്റെ വൻ സംഘം 3ാമത്തെ കൂടും സ്ഥാപിച്ചു. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് രാത്രി തെരച്ചിൽ. കുങ്കിയാനകളുമായുള്ള പരിശോധന നാളെ. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെട്ട സംഘം ദൗത്യമേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന കബാലിയുടെ ആക്രമണം. പിറവത്തു നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ചു. വിനോദസഞ്ചാരികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടുക്കി ഉപ്പുകുന്നിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് പൊന്തംപ്ലാക്കൽ പി രാജന്. കാട്ടുപന്നി ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് വെച്ച്. സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭാ വിശ്വാസികളുടെ കണക്കെടുക്കാൻ സർക്കാർ. വിവരശേഖരണം, സഭാതർക്കം സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ കേസിന്റെ ഭാഗമായി ഓരോ ഇടവകയിലെയും ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ എണ്ണം ശേഖരിക്കും. കൂടുതൽ മതസാമുദായിക സംഘടനകളുടെ പരിപാടിയിലേക്ക് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം. മാവേലിക്കര പുതിയകാവിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പങ്കെടുക്കുന്ന പരിപാടിയിലേക്കും ചെന്നിത്തലയ്ക്ക് ക്ഷണം. KPCC രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ചതിൽ AICC നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് സമയമില്ല എന്ന് നേതൃത്വത്തിന്റെ വിമർശനം. K. സുരേന്ദ്രനും VD സതീശനും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ തുടർച്ചയായാണ് യോഗം മാറ്റിവെച്ചതെന്ന് സൂചന. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അല്ല താൻ പ്രസംഗിച്ചതെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. താൻ പറയാത്ത കാര്യങ്ങൾ ചിലർ പ്രചരിപ്പിക്കുന്നു. സംസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് 24നോട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ ഹമീദ് ഫൈസിയുടെ വിമർശനത്തിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് PMA സലാം. കേസുകളിൽ നിന്ന് ഊരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കുമെന്ന ധാരണയാണ് ചിലർക്കെന്ന് കുറ്റപ്പെടുത്തൽ. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ലോഡ്ജിൽ മധ്യവയസ്കനും യുവതിയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിൽ വിശദമായ പരിശോധന വേണമെന്ന് DCP കാർത്തിക് റെഡ്ഡി. മരിച്ചത് പേയാട് സ്വദേശികളായ കുമാരനും ആശയും. മൃതദേഹം കണ്ടെത്തിയത് മിസ്സിംഗ് കേസിലെ അന്വേഷണത്തിനിടെ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ്. സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ് പിതാവ് അറയിലിരുന്ന് മരിച്ചുവെന്ന് മക്കളിൽ ഒരാളുടെ മൊഴി. മരണം സംഭവിച്ച ശേഷം കുളിപ്പിച്ച് സമാധിയായി ഇരുത്തുകയായിരുന്നുവെന്ന് മറ്റൊരാളുടെ മൊഴി. R. നാസർ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തുടരും. MLA മാരായ U. പ്രതിഭയും MS. അരുൺകുമാറും ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ. കായംകുളത്തെ വിഭാഗീയതയിൽ നടപടി. N. ശിവദാസനെ DC-യിൽ നിന്ന് ഒഴിവാക്കി. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ വിമർശനവുമായി കായംകുളം ഏരിയ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിമർശന പോസ്റ്റിട്ട് ഏരിയ സെക്രട്ടറി അബിൻ ഷായ്ക്ക് പകരം U. പ്രതിഭയെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. മകരവിളക്കിനൊരുങ്ങി ശബരിമല. പന്തളത്ത് നിന്ന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര തുടങ്ങി. തിരുവാഭരണ യാത്ര തുടങ്ങിയത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം. തീർത്ഥാടകർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ. സന്നിധാനത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലം കണ്ടുവെന്ന് ADGP S. ശ്രീജിത്ത് 24നോട്. ശബരിമലയിൽ മകരവിളക്കിന് ഒരു ദിവസം ബാക്കി നിൽക്കെ മല കയറുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ കുറവ്. നടപ്പന്തലിലും ഫ്ലൈ ഓവറിലും തീർത്ഥാടകരില്ല. 1 മിനിറ്റിൽ 18ാം പടി കയറുന്നത് പരമാവധി 50 പേർ മാത്രം. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന സ്പെഡെക്സ് ദൗത്യം ഉടനില്ല എന്ന് ISRO. ഇന്ന് നടന്നത് ഡോക്കിംഗുമായി ബന്ധപ്പെട്ട ട്രയൽ.
ഉപഗ്രഹങ്ങളെ 3 മീറ്റർ അടുത്തുവരെ എത്തിച്ചെന്നും പിന്നീട് സുരക്ഷിത അകലത്തിലേക്ക് മാറ്റിയെന്നും ISRO. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി എന്ന് പരാതി. കുഫോസിലെ വിദ്യാർത്ഥികൾക്കായി ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് ആരോപണം. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ പകർപ്പ് 24-ന്. നൃത്തപരിപാടിക്കിടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാവാൻ 2 ആഴ്ചയെങ്കിലും സമയം വേണ്ടിവരുമെന്ന് വിവരം. നാളത്തെ മത്സരത്തിന് തടസ്സമാവില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണി നടത്തി മത്സരം നടത്തും. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC മത്സരം നാളെ. സംസ്ഥാനത്തെ റേഷൻ വിതരണം വൻ പ്രതിസന്ധിയിൽ. കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മിക്ക റേഷൻ കടകളും കാലി. കുടിശ്ശിക 100 കോടി കവിഞ്ഞതോടെ കരാറുകാർ സാധനങ്ങൾ നൽകുന്നത് നിർത്തിയത് ഈ മാസം 1 മുതൽ. ഇടപെടാതെ സർക്കാർ. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രതിചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ വയനാട്ടിലേക്ക് എത്തുക ബുധനാഴ്ചയ്ക്ക് ശേഷമെന്ന് സൂചന. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകും വരെ സുരക്ഷിത സ്ഥാനത്ത് തുടരാൻ പാർട്ടി നിർദ്ദേശം. കേരളത്തിലേക്കുള്ള മെസ്സിയുടെ വരവിൽ ആശയക്കുഴപ്പം. കായിക മന്ത്രി പറഞ്ഞ സമയത്ത് അർജന്റീന ടീമിന് മത്സരമുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങൾ. തീയതിയിൽ വ്യക്തത തേടിയപ്പോൾ പിന്നീട് പറയാമെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ. ഛത്തീസ്ഗഡിൽ വീണ്ടും സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 5 മാവോയിസ്റ്റുകളെ വധിച്ചു. സംഘർഷമുണ്ടായത് ബിജാപൂർ ജില്ലയിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിൽ. ഉത്തർപ്രദേശിലെ നോയിഡയിൽ കെമിക്കൽ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. 20ഓളം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അന്വേഷണം ആരംഭിച്ച് പോലീസ്. പാലക്കാട് കല്ലടിക്കോട് ദേശീയപാതയിൽ കാട്ടുപന്നി സ്കൂട്ടറിലിടിച്ച അപകടം. സ്കൂട്ടർ യാത്രക്കാരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്തേറെ നേരം കാട്ടുപന്നി ഭീതി പരത്തി. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. അരവിന്ദ് കെജ്രിവാൾ വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നു. 500 സ്കൂളുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞ കെജ്രിവാൾ 65 സ്കൂളുകൾ മാത്രമാണ് നിർമ്മിച്ചതെന്നും വിമർശനം. കണ്ണൂർ ചെറുപുഴയിൽ കുട്ടികൾ സഞ്ചരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയെ ബസ് ഇടിച്ച് തെറിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടത് സൺഡേ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികൾ. 6 കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് പരിക്ക്. ഡൽഹിയിലെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് 1 വർഷത്തേക്ക് പ്രതിമാസം 8500 രൂപ സാമ്പത്തിക സഹായം നൽകുമെന്ന് കോൺഗ്രസ്. ഡൽഹിയിൽ ഷീലാ ദീക്ഷിതിന്റെ കാലത്തിന് ശേഷം വികസനം എത്തിയില്ല എന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. നോക്കാവിന് കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പെട്രോൾ പമ്പ് ഉടമകൾ സമരത്തിലേക്ക്. നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ പമ്പുകൾ അടച്ചിടും. സമരം ടാങ്കർ ലോറി ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് KSRTC യാത്രാ പമ്പുകൾ അടച്ചിടില്ല. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ അപകടം. നിയന്ത്രണം വിട്ട ട്രാവലർ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞു. 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ കണ്ണവ് വനത്തിൽ കാണാതായ ആദിവാസി യുവതിക്കായി തെരച്ചിൽ തുടരുന്നു. പോലീസിനും വനപാലകർക്കുമൊപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ. കണ്ണവം സ്വദേശിയായ സിന്ധുവിനെ കാണാതായിട്ട് ഇന്നേക്ക് 13 ദിവസം. പ്രശസ്ത മിമിക്രി കലാകാരൻ രാജേഷ് പാണാവള്ളി അഭിനയിക്കുന്ന അയ്യപ്പ ഭക്തിഗാനം റിലീസ് ചെയ്തു. ഗാനരചനയും സംഗീതവും സംവിധാനവും നിർവഹിച്ചത് പ്രതീഷ് മുരളീധരനാണ്. സുനിൽ പള്ളിപ്പുറവും സോണി ചേർത്തലയുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ശിവ മീനാക്ഷി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷാജി പൂച്ചാക്കലാണ് നിർമ്മാണം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടനത്തിന് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തിയതിൽ PK ബഷീർ MLA നിവേദനം നൽകി ഹാജിമാർ. 40,000 രൂപ കുറവ് വരുത്തുകയോ കൊച്ചിയിലെയോ കണ്ണൂരിലെയോ എംബാർക്കേഷൻ പോയിന്റിലേക്ക് മാറ്റിത്തരണമോ എന്നാണ് ആവശ്യം. മലപ്പുറം ചങ്ങരംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതി പിടിയിൽ. പിടിയിലായത് കരിക്കാട് സ്വദേശി സബിത്ത്. ആലപ്പുഴ കുട്ടനാട് ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ തിരുവാതിര ദർശനം ഇന്നും നാളെയുമായി നടക്കും. നാളെ ദീപാരാധനയ്ക്കു ശേഷം ക്ഷേത്രമുറ്റത്ത് തിരുവാതിരക്കളി നടക്കും. സന്നിധാനത്ത് നിന്നും രാജവെമ്പാലിയെ പിടികൂടി. പാമ്പിനെ പിടിച്ചത് ഭസ്മക്കുളത്തിന് സമീപത്ത് നിന്ന്. പാമ്പിനെ പമ്പയിലെത്തിച്ച് ഉൾവനത്തിൽ തുറന്നുവിട്ടു. തൃശൂർ ഒല്ലൂരിൽ KSRTC ബസ് ഇടിച്ച് 2 സ്ത്രീകൾ മരിച്ചു. മരിച്ചത് LC മേരി എന്നിവർ. അപകടം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഭാരതീയ ഭാഷാ സെമിനാർ സംഘടിപ്പിച്ചു. ഉത്തരമേഖല IG K സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ M ജുനൈദ് ബുഷരി അധ്യക്ഷനായി. പരിപാടി സംഘടിപ്പിച്ചത് ഭാരതീയ ഭാഷാ സമിതിയുടെയും വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ.
വടക്കൻ പറവൂർ നന്ദ്യാട്ടുകുന്നത്ത് വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഹരിത വയോജന അയൽക്കൂട്ടത്തിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് PWD റെസ്റ്റ് ഹൌസിനോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച 3 നില ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 1.96 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ഇംഗ്ലണ്ടിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം. ചടങ്ങുകൾക്ക് മികവേകി നവ്യ മുകേഷിന്റെ കീബോർഡ് അരങ്ങേറ്റം. പ്രസാദ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ശ്രീജിത്ത് നായർ, വിനോദ് ചന്ദ്രൻ, ബിജു നായർ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം മുത്തേടം കുറ്റിക്കാട് CPM രാജ്യ സെക്രട്ടറിയുടെ കട തീവെച്ച് നശിപ്പിച്ചു. തീവെച്ചത് ഉമ്മർ കോയയുടെ ഹാർഡ്വെയർ കടയ്ക്ക്. സംഭവം ഇന്നലെ അർദ്ധരാത്രി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ പാർട്ട് ടൈം റേഡിയോളജിസ്റ്റ് തസ്തികയിൽ ഒഴിവ്. ഈ മാസം 20 വൈകിട്ട് 3 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സജ്ജമാക്കിയ സമ്പൂർണ്ണ പ്ലസ് മൊബൈൽ ആപ്പ് ഇനി രക്ഷിതാക്കൾക്കും ലഭ്യമാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ആപ്പ് പ്രകാശനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഹാജർ, പഠന നിലവാരം തുടങ്ങിയവ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആപ്പിലൂടെ ഒരുക്കും. ആലപ്പുഴയിലെ ജില്ലാതല ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 16-ന്. മത്സരം സംഘടിപ്പിക്കുന്നത് ജില്ലാ ഭരണകൂടവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും സംയുക്തമായി. ജില്ലയിലെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 2 പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്നതിനാൽ 19-ാം തീയതി വരെ മഞ്ചേരിയിൽ ഗതാഗത നിയന്ത്രണം. വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. നോക്കാമിന് ദേശീയ വാർത്തകൾ. അസമിൽ കൽക്കരി ഖനിയിൽ അകപ്പെട്ട തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 5 തൊഴിലാളികളെ. ഇതുവരെ പുറത്തെടുത്തത് 4 പേരുടെ മൃതദേഹം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി മദ്യനയ അഴിമതി കേസിലെ CAG റിപ്പോർട്ട്. 2026 കോടിയുടെ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായെന്ന റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി പ്രചാരണം ആരംഭിച്ച് BJP. ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നാളെ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സീലംപൂരിലെ ജയ് ഭീം ജയ് സംവിധാൻ റാലിയിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. ജാർഖണ്ഡിൽ സ്കൂൾ പ്രിൻസിപ്പൽ വിദ്യാർത്ഥിനികളുടെ ഷർട്ട് അഴിപ്പിച്ചതായി പരാതി. സംഭവം ധൻബാദ് ജില്ലയിലെ സ്വകാര്യ സ്കൂളിൽ. നടപടി 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ഷർട്ടിൽ പരസ്പരം എഴുതിയതിന്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. നാഗ, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ 2ഇടത്ത് കർഫ്യൂ. ഡൽഹിയിൽ ശക്തമായ മൂടൽമഞ്ഞ്. വ്യോമ റെയിൽ സർവീസുകൾ വൈകുന്നു. യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്ന് വിമാനത്താവള അധികൃതർ. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്തോനേഷ്യ പ്രസിഡന്റ് പ്രപാവോ സുബിയാന്റോ മുഖ്യാതിഥിയാകുമെന്ന് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ ഉടൻ പാകിസ്ഥാൻ സന്ദർശനം നടത്തില്ല എന്ന് അദ്ദേഹം ഇന്ത്യക്ക് ഉറപ്പ് നൽകിയെന്ന് സൂചന. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ ജപ്പാൻ. ഇന്ത്യ ചിപ്പ് സെമി കണ്ടക്ടേഴ്സ് ലിമിറ്റഡും ജോയിന്റ് വെഞ്ചർ പാർട്ട്ണറായ ഇറ്റോവ മൈക്രോ ടെക്നോളജിയും കരാറിൽ ഒപ്പുവെച്ചു. 14,000 കോടി രൂപയാണ് മുതൽ മുടക്ക്. സിലിക്കൺ കാർബൈഡ് ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഊന്നൽ നൽകും. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാങ്മുഗം അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. ഉത്തർപ്രദേശ് കനൌജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ 6 പേർക്ക് ഗുരുതര പരിക്ക്. 28 പേരെ ദൗത്യസംഘം രക്ഷപ്പെടുത്തി. നോക്കാമിന് രാജ്യാന്തര വാർത്തകൾ. ലോസ് ഏഞ്ചൽസ് കാട്ടുതീയിൽ മരണം 16ആയി. മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ടെന്ന് റിപ്പോർട്ട്. അർണോൾഡ് ഷ്വാൻസ്നേഗർ അടക്കമുള്ളവരുടെ വസതികൾ ഭീഷണിയിൽ. പുതുതായി 1,66,000 പേരെ ഒഴിപ്പിക്കാൻ ഉത്തരവ്. ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയിൽ ഒളിമ്പിക് താരം ഗാരി ഹാളിന് നഷ്ടമായത് വീടും മെഡലുകളും. 10 ഒളിമ്പിക് മെഡലുകൾ നഷ്ടമായതായി താരം. പസഫിക് പാലിഡോസിലെ വസതിയും കത്തി നശിച്ചു. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലേക്ക് മൊസാദിന്റെ ഡയറക്ടറെ അയക്കാൻ അനുമതി നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഡേവിഡ് ബാർണിയ എപ്പോൾ ദോഹയിലേക്ക് പോകുമെന്ന് വ്യക്തമല്ല. ഷിൻബത്തിന്റെ തലവനെയും ഖത്തറിലേക്ക് അയച്ചേക്കും. ഗസയിൽ വെടിനിർത്തൽ കരാർ ഈ മാസം 20-ന് മുമ്പെന്ന് CIA തലവൻ വില്യം ബേൺസ്. ബന്ദിമോചന ചർച്ചകൾ വേഗത്തിൽ നടക്കുകയാണെന്നും സ്ഥിരീകരണം. കാനഡ പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കാനില്ലെന്ന് ഇന്ത്യൻ വംശീയയും ട്രാൻസ്പോർട്ട് മന്ത്രിയുമായ അനിത ആനന്ദ്.
അക്കാഡമിക മേഖലയിലേക്ക് മടങ്ങുകയാണെന്ന് എക്സ് പോസ്റ്റ്. രാഷ്ട്രീയ പ്രവേശത്തിന് മുമ്പ് ടൊറന്റോ സർവകലാശാലയിലെ നിയമ പ്രൊഫസറായിരുന്നു അനിത. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധിയാകും. പുതിയ ഭരണ നേതൃത്വവുമായി എസ് ജയശങ്കർ ചർച്ച നടത്തും. ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുക ഈ മാസം 20-ന്. കുർസ്ക് മേഖലയിൽ 2 ഉത്തര കൊറിയൻ സൈനികരെ പിടികൂടി യുക്രൈൻ. യുദ്ധത്തടവുകാരെന്ന നിലയിൽ 2 ഉത്തര കൊറിയൻ സൈനികർക്ക് വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്നും സെലൻസ്കി. തടവുകാരെ സന്ദർശിക്കാൻ മാധ്യമപ്രവർത്തകരെ അനുവദിക്കുമെന്നും സെലൻസ്കി. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 8 വിമാനങ്ങളും 6 നാവികസേനാ കപ്പലുകളും തായ്വാന് സമീപം കണ്ടതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. 7 വിമാനങ്ങൾ വടക്കൻ പ്രദേശത്തും വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിലും എത്തിയതായി തായ്വാൻ. പാനമ കനാൽ പാനമയുടെ കൈവശം തന്നെയായിരിക്കുമെന്ന് പാനമ കനാൽ അഡ്മിനിസ്ട്രേറ്റർ റിക്കാട്ടി വാസ്ക്വസ്. സ്ഥിരീകരണം ചൈനയാണ് പാനമ കനാൽ നിയന്ത്രിക്കുന്നതെന്ന ട്രംപിന്റെ ആരോപണത്തിന് പിന്നാലെ പാനമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചെടുക്കുമെന്ന് അമേരിക്ക പ്രസ്താവിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം അവാർഡ് സമ്മാനിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. ബഹുമതി ഈ മാസം 20-ന് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ലോസ് ഏഞ്ചൽസ് കാട്ടുതീയെ തുടർന്ന് റോമിലൂടെ യാത്ര റദ്ദാക്കി ബൈഡൻ. ബിസിനസ് വാർത്തകൾ. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻഫേസ് ഉപകരണം 3ാമത്തെ രോഗിയിലും ഘടിപ്പിച്ച് ഇലോൺ മസ്കിന്റെ ന്യൂറോ ടെക്നോളജി കമ്പനി ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ന്യൂറാലിങ്ക് ലക്ഷ്യമിടുന്നത് 30 ഇംപ്ലാന്റുകൾ. ഇന്ത്യൻ സമ്പദ്ഘടന 2025-ൽ ദുർബലമാകുമെന്ന് IMF. ഇക്കൊല്ലം ചില അസ്ഥിരതകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലിന ജോർജീവ. ചൈന നാണ്യശോഷണത്തിന്റെ സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നും IMF. 5G നെറ്റ്വർക്കിന്റെ അഡ്വാൻസ്ഡ് വേർഷനായ 5.5G അവതരിപ്പിച്ച റിലയൻസ് ജിയോ. ഇന്ത്യയിൽ OnePlus ഫോണുകളുടെ പുതിയ മോഡലുകളിൽ നെറ്റ്വർക്ക് ലഭ്യമാകും. അമേരിക്കയിൽ തൊഴിൽ സാധ്യതകൾ കൂടുന്നുവെന്ന് റിപ്പോർട്ട്. തൊഴിലില്ലായ്മ നിരക്ക് 4.1% കുറഞ്ഞു. കഴിഞ്ഞ മാസം തൊഴിലവസരങ്ങൾ 2,56,000 വർദ്ധിച്ചതായി തൊഴിൽ വകുപ്പ്. ചൈനീസ് സന്ദർശനം ആരംഭിച്ച് ബ്രിട്ടീഷ് ധനമന്ത്രി റേച്ചൽ റീവ്സ്. UK കടമെടുപ്പ് ചെലവ് കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. തെരേസ മേയ്ക്ക് ശേഷം ചൈന സന്ദർശിക്കുന്ന ഏറ്റവും മുതിർന്ന ബ്രിട്ടീഷ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് റീവ്സ്. മെറ്റയോട് കടുപ്പിച്ച് ബ്രസീൽ. ഉള്ളടക്കത്തിലെ വസ്തുതകൾ 72 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന ആവശ്യം. വിദ്വേഷ പ്രസംഗങ്ങളും തെറ്റായ വിവരങ്ങളും നീക്കണമെന്നാവശ്യപ്പെട്ട് ബ്രസീൽ ഭരണകൂടം മെറ്റയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനുള്ള ന്യൂസിലാൻഡ് ടീമിനെ പ്രഖ്യാപിച്ചു. മിച്ചൽ സാറ്റ്നർ നയിക്കുന്ന ടീമിൽ ട്രെന്റ് ബോൾട്ട്, ഡെവൻ കോൺവേ തുടങ്ങിയ സൂപ്പർ താരങ്ങളെല്ലാം ഇടം പിടിച്ചിട്ടുണ്ട്. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ നോക്കാം. ഹണി റോസ് നായികയായ റേച്ചൽ സിനിമയുടെ റിലീസ് തീയതി മാറ്റി. സമൂഹമാധ്യമങ്ങളിലൂടെ വിവരമറിയിച്ച നിർമ്മാതാവ് NM ബാദുഷ. ചിത്രത്തിന്റെ ടെക്നിക്കൽ വർക്കുകൾ പൂർത്തിയായിട്ടില്ല എന്നും ഇപ്പോഴുള്ള വിവാദങ്ങൾക്ക് സിനിമയുമായി ബന്ധമില്ല എന്നും ബാദുഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജുനൈദ് ഖാനും ഖുഷി കപൂറും പ്രധാന വേഷത്തിലെത്തുന്ന ലയ്യാപ്പയുടെ ട്രെയിലർ പുറത്ത്. തമിഴ് ചിത്രം ലവ് ടു ഡോയുടെ റീമേക്കാണിത്. ചിത്രം ഫെബ്രുവരി 7-ന് തിയേറ്ററുകളിൽ എത്തും. പുകവലി ഉപേക്ഷിച്ചെന്ന വെളിപ്പെടുത്തലുമായി ബോളിവുഡ് താരം ആമിർ ഖാൻ. മോശം ശീലം ഉപേക്ഷിച്ചതിൽ സന്തോഷവാനാണെന്നും താരം. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. വൈറലായി പെൺകുട്ടിയുടെ വെഡ്ഡിംഗ് ഡാൻസ് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. വൈറലായി അമ്മയുടെയും കുഞ്ഞിന്റെയും പാട്ട് കൈയടിച്ച് സോഷ്യൽ മീഡിയ. വൈറലായി പെൺകുട്ടിയുടെ ക്ലാസിക്കൽ ഡാൻസ്. കുട്ടികളുടെ രസകരമായ ഡാൻസ് കൈയടിച്ച് സോഷ്യൽ മീഡിയ. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. തിഹാർ ജയിലിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പോസ്റ്റർ പതിച്ചെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജം. കെജ്രിവാൾ ആയിക എന്ന പോസ്റ്റർ പതിച്ചു എന്നാണ് പ്രചരിക്കുന്നത്. മോർഫ് ചെയ്ത ചിത്രമാണ് വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. നോക്കാം നാളെ അറിയാൻ.
തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി, കോടഞ്ചേരി, കൊയിലാണ്ടി, കുറ്റ്യാടി ടൗൺ, ബാലുശ്ശേരി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. പൊങ്കൽ അവധി പരിഗണിച്ച് ചെന്നൈയിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് ചെന്നൈ എഗ്മോറിൽ നിന്ന് ട്രെയിൻ പുറപ്പെടും. കേരള സ്കൂൾ ഓഫ് ആർട്സ് റഷ്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ നടത്തുന്ന റഷ്യൻ സാംസ്കാരികോത്സവം നാളെ 10 മുതൽ. തലശ്ശേരി ലളിതകല അക്കാദമി, ആർട്ട് ഗാലറി, സ്പോർട്ടിംഗ് യൂത്ത്സ് ലൈബ്രറി എന്നിവിടങ്ങളിലാണ് പരിപാടി. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി സ്പാർക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം നാളെ. മുണ്ടേരി GVHSSൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാസർഗോഡ് കള്ളാറിൽ യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു. കള്ളാർ അരിങ്കൽ സ്വദേശി പ്രസാദാണ് മരിച്ചത്. കൊച്ചിയിൽ ഹണി ട്രാപ്പ് കേസിൽ 5-അംഗ കുടുംബം അറസ്റ്റിൽ. മാതാവും പിതാവും 3 മക്കളുമാണ് പിടിയിലായത്. ഗുണ്ടാ നേതാവ് മരട് അനീഷിന്റെ സഹോദരനും കുടുംബവുമാണ് ഇത്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.